ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടും സുഖത്തോടും ധൈര്യത്തോടും കൂടെ ജീവിക്കും. അല്ലാത്ത വ്യക്തി പലപ്പോഴും ധൈര്യവും ചോർന്നവനായി, സങ്കടവും അരിഷ്ടതയും പ്രയാസവും നിരാശയും നിറഞ്ഞവനായി മുൻപോട്ട് പോകുവാനിടയുണ്ട്. യെശയ്യാപ്രവചനം 26 അധ്യായം അതിൻ്റെ 3 വാക്യം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വയ്ക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അതെ, സ്ഥിരതയോടെ ദൈവം തന്നിരിക്കുന്ന ആയുസ് ആത്മീക ധൈര്യവും നിർണയവും പൂണ്ട് നാം മുൻപോട്ട് പോകേണ്ടുന്നത് ആവശ്യമാണ്. അതെ, 2 തരത്തിലുള്ള മനുഷ്യനെ കാണുവാൻ കഴിയും. ഒന്ന്, സ്ഥിരതയുള്ള മനുഷ്യൻ, ഉറപ്പുള്ള മനുഷ്യൻ, ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്നവൻ. 2, ഇരുമനസ്സുള്ള മനുഷ്യൻ, അസ്ഥിരനായ മനുഷ്യൻ. അതെ, ഇരുമനസ്സുള്ള മനുഷ്യൻ എപ്പോഴും തൻ്റെ ജീവിതത്തിൽ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കും. ഇരുമനസ്സുള്ള മനുഷ്യൻ ഒരിക്കലും ജീവിതത്തിൽ ശുഭമായിരിക്കുവാൻ കഴിയത്തില്ല. രൂപേനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, രൂപേൻ വെള്ളം പോലെ തുളുമ്പുന്നവനായിരുന്നു. അതെ, അവൻ തൻ്റെ സഹോദരന്മാരിൽ ശ്രേഷ്ഠനായില്ല. അതെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ് അസ്ഥിരനായി ജീവിക്കുവാനല്ല, പിന്നെയോ സ്ഥിരതയോടെ ആത്മീക നിശ്ചയവും ധൈര്യവും ദൃഢതയും പൂണ്ട് ദൈവം തന്നിരിക്കുന്ന ആയുസ് വിശ്വസ്തയോടെ നമ്മുടെ ജീവിതത്തിൽ നാം മുൻപോട്ട് നയിക്കണം. എത്ര പ്രതിസന്ധികൾ വന്നാലും, കഷ്ടങ്ങൾ വന്നാലും, അനർത്ഥങ്ങളും ആപത്തുകളും വന്നാലും ദൈവത്തിൽ ഉറപ്പുള്ളവരായി നാം ജീവിക്കണം. 27 സങ്കീർത്തനം 3 വാക്യം. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. 22 സങ്കീർത്തനം 9 വാക്യം. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. നീ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. അതെ, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും പ്രതികൂലങ്ങൾ കടന്നു വരാം, അനർത്ഥങ്ങളും ആപത്തുകളും കഷ്ടങ്ങളും കടന്നു വരാം. എന്നാൽ അതിൻ്റെ നടുവിൽ യഹോവയിൽ ആശ്രയിച്ച് സ്ഥിരതയോടുകൂടി യെശയ്യാപ്രവചനം 26:3 പറയും പ്രകാരം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും എന്നുള്ള വിശ്വാസത്തോടെ. പിന്നെയും 34 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ധൈര്യം കൈവിടാതെ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് ദൈവകൃപയിൽ മുൻപോട്ട് പോകാൻ തക്കവണ്ണം ഓരോ ദിവസവും നമുക്കൊരുങ്ങാം. ജയം നമുക്കുള്ളതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരിക്കും.